ഈ ലോകത്ത് ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യമെന്നും അതേപോലെ തന്നെ നമുക്ക് വില കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ടൈമാല്ലേ. നമ്മുടെ എല്ലാവരുടെ ലൈഫിലും ടൈം മാനേജ്മെന്റ് അത്ര അത്യാവശ്യമാണ്. ഞാനും നിങ്ങളൊക്കെ പൊതുവെ പറയുന്നത് എനിക്ക് ഒന്നിനും ഒരു ടൈം ഇല്ല എന്നുള്ളത്. ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി, ഞാൻ ഒരാഴ്ചയായി ഈ ഒരു സബ്ജക്റ്റിന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷെ എനിക്ക് കംപ്ലീറ്റ് ആവണില്ല. എല്ലാവരും പഠിച്ചു കഴിഞ്ഞു, എനിക്ക് മാത്രം എത്തിയിട്ടില്ല. എനിക്കൊന്നും ടൈം തികയുന്നില്ല എന്നുള്ളത്. പക്ഷെ ആ കുട്ടിയുടെ പ്രോബ്ലം അല്ലെങ്കിൽ അത് ടൈമില്ലായ്മയുടെ പ്രോബ്ലം ആണോ? ആയിരിക്കില്ല. അതിന്റെ ഇടയിൽ ചിലപ്പം മൊബൈൽ സ്ക്രോൾ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ വല്ല ഗൂസിപ്പ് പറയാൻ നടന്നിട്ടുണ്ടാവും. ഇത് കണ്ടായിരിക്കും ആൾക്ക് ടൈം പോയിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഒരു വീട്ടമ്മയാണെങ്കിൽ തീർച്ചയായിട്ടും സമയമില്ല, എനിക്ക് എന്റെ വർക്കൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ സമയമില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരുപക്ഷെ അയൽപക്കത്തുള്ള ആളോട് സംസാരിച്ച് നിന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ടി വിയിൽ സീരിയൽ നോക്കി നിന്നിട്ടുണ്ടാവാം. അതിന് തന്നെ ഒരു ഹാഫ് അവർ അല്ലെ, അങ്ങനെ ആയിരിക്കാം. പക്ഷെ നമ്മളെല്ലാവരും പറയും നമുക്ക് ടൈമില്ല. ഇനി ഇൻ കേസ് ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ കൊളീഗ്സിനോട് വർത്തമാനം പറഞ്ഞിട്ടോ മൊബൈൽ സ്ക്രോൾ ചെയ്തിട്ടോ ഒക്കെ ടൈം കളഞ്ഞിട്ടുണ്ടാവാം. അങ്ങനെ എനിക്ക് ടൈമില്ല എന്ന് പറയും. പക്ഷെ നമ്മുടെ ടൈമിനെ നമ്മൾ മാനേജ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് നമ്മുടെ ലൈഫിന് അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ ഇങ്ങനെ പായ, അല്ലെങ്കിൽ ഇങ്ങനെ ഹറിബറിയായിട്ട് ഇങ്ങനെ പായ എല്ലാം ചെയ്യുന്നതിനേക്കാളേറെ എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് എത്ര നല്ലതല്ലേ. അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി വരുന്ന കാര്യമല്ല, നമ്മൾ ചിന്തിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു 8 ഹാക്സ് ആട്ടോ പറയണത്, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഉപകാരപ്രദമാകുന്നത്. തീർച്ചയായിട്ടും ഉപകാരപ്രദമാവും കേട്ടോ. ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ ചെറിയൊരു ചേഞ്ച് ആ വരുന്നത്, പക്ഷെ അത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു വലിയ ബിഗ് റിസൾട്ട് ആട്ടോ. അപ്പൊ ഈ ഒരു 8 ഹാക്സ് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ എന്തായാലും ചെയ്തു നോക്കണം കേട്ടോ. അല്ലാതെ ഇത് കേട്ടിട്ട് ചുമ്മാ പോയിട്ട് കാര്യമില്ല. തീർച്ചയായിട്ടും ഒരു ചേഞ്ച് കാണാൻ പറ്റിയ ഒരു 8 ഹാക്സ് ആട്ടോ ഞാനിപ്പോ ഇതിൽ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം, ഒരു പക്ഷെ നിങ്ങൾ എല്ലാവരും വിചാരിക്കും ഇത് ചെയ്യണോ എന്നുള്ളത്. കാരണം ഒരു എന്താ പറയണ്ടത്, നമ്മുടെ ലൈഫിൽ ഒരു ബിഗ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ സെലക്ട് ചെയ്യുക. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പോലെ പറയാം. ഞാനൊരു വീട്ടമ്മ ആയതുകൊണ്ടാട്ടോ അത് വെച്ച് പറയുന്നത്. ഇപ്പം നമ്മൾ ലൈഫിൽ ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ ലൈഫിൽ ഇപ്പം നമുക്ക് നമ്മുടെ കിച്ചണിൽ ഒരുപാട് സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പാത്രമൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കെങ്കിലും നമ്മൾ എപ്പോഴും ഹറിബറി ആയിട്ടല്ലേ, അപ്പൊ നമ്മൾ എടുത്ത് വെക്കുമ്പോൾ എല്ലാം ഒരു സെറ്റിൽ ചെയ്യാം. പക്ഷെ നമ്മളത് ഇന്നത്തെ ദിവസം ഞാൻ എടുത്ത ഒരു ഡിസിഷൻ എന്ന് പറയുന്നത്, ഒരു ബിഗ് റൂൾ എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ പാത്രമൊക്കെ ഒരു ഓർഗനൈസ് ചെയ്യും ഈ ഒരു ഭാഗത്ത് എന്നുള്ളത്. അങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നുള്ളത് അതൊക്കെ ആദ്യം. അപ്പൊ അതും ടൈം മാനേജ് തമ്മിൽ എന്താ ബന്ധം എന്ന് വിചാരിക്കും അല്ലെ. പക്ഷേ നമ്മൾ ഒരു കാര്യം നമ്മളിങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ചു, ഇനി നാളെ നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ ഇത് കാണുകയാണ്, നമ്മൾ ഈ ചെയ്തൊരു കാര്യം ഇത്ര നല്ല നീറ്റ് ആൻഡ് ക്ലീൻലി ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കാര്യം നമ്മൾ കാണുകയാണെങ്കിൽ അത് നമുക്ക് തരുന്ന ഒരു വലിയ പോസിറ്റീവ് എനർജി ആട്ടോ. നാളെയും അതേപോലെ ഒരു റൂൾ എടുക്കുക. അപ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ വേറെ എന്തെങ്കിലും ഒരു കാര്യം ഇതേപോലെ സെലക്ട് ചെയ്യും. ഇപ്പൊ ഒരു പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ കുട്ടിയുടെ ബുക്സ് ഒക്കെ ക്ലിയർ ആയിട്ട് വെക്കാം, അല്ലെങ്കിൽ ഇന്ന പോർഷൻ അല്ലെങ്കിൽ ഇന്നൊരു പാർട്ട് ഓഫ് പോർഷൻ ആണ് ഇന്ന് ഞാൻ പഠിക്കുക എന്നുള്ളത്. അത് നമ്മളൊന്ന് ഫിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. അതായത് നമ്മൾ ഇന്ന് പഠിച്ച് തീർക്കണം എന്ന് നിർബന്ധമൊന്നും ഇല്ലാതെ അല്ല ഇരിക്കുന്നത്. നമുക്ക് ആ ഒരു റൂൾ നമ്മൾ എടുത്തിട്ടുണ്ട്, അപ്പൊ നമ്മളത് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. നമ്മൾ അങ്ങനെ ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ എടുത്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ബിഗ് റൂൾ എടുത്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോ ദിവസവും എടുക്കാൻ ശ്രമിക്കാം. ഒറ്റ ദിവസത്തേക്കല്ല. ഓട്ടോമാറ്റിക്കലി ലൈഫിൽ വീടിനെ ഒരു ചേഞ്ച് കാണാൻ പറ്റും. വീട്ടിൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അത് ഓഫീസിൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ഇനി ഈ പറഞ്ഞ പോലെ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്, അവരുടെ ആ ഒരു ചിട്ടയിൽ വരുത്തുന്നതാണെങ്കിൽ ആ ഒരു ചേഞ്ച് കാണാൻ പറ്റൂട്ടോ. ഈ ചേഞ്ച് ഒക്കെ കൂടി കൂടി വരുമ്പോൾ നിങ്ങളുടെ ടൈം സേവ് ആവുന്നത് എത്ര മാത്രമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ. അത് എല്ലാ അർത്ഥത്തിലും എല്ലാ രീതിയിലും നമ്മൾ അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മുടെ വീടൊക്കെ ഒന്ന് ഓർഗനൈസ് ആയിട്ടും, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും നല്ല രീതിയിലായി വരും. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മുടെ ലൈഫിന് തന്നെ ഒരു ചിട്ട വരും കേട്ടോ. ആദ്യം നമ്മുടെ ലൈഫിന് ഒരു ചിട്ട വരുത്തുക. ചിട്ട വരുമ്പോഴാണ് ഡെഫിനറ്റ്ലി നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റുക. ഈ പഞ്ച്വൽ അല്ലാത്ത ആൾക്കാർക്കാണ് ഈ ടൈമും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടാത്തത്. പഞ്ച്വലായ ഒരു മനുഷ്യനെ ടൈം ഒരുപാട് ബാക്കി കാണും അവന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു റൂള് കൊണ്ടുവരിക. അത് ഓട്ടോമാറ്റിക്കലി നമ്മളെ മെന്റലി നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അന്നപ്പോൾ ഓരോ ദിവസവും ഓരോ കാര്യങ്ങളായിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പിന്നെ അടുത്തതായിട്ട് പറയാനുള്ള രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയാൻ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തന്നെ കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് ടൈം കൂടുതൽ പോകുന്നത് എന്താ, നമുക്കൊരു താല്പര്യം ഇല്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്യാൻ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ടൈം കൂടുതലായിട്ട് പോകും അല്ലെ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു സബ്ജക്ട് ഇഷ്ടമല്ലെങ്കിൽ, നമുക്കത് എത്ര പഠിച്ചാലും തീരെ നമ്മൾ ചിലപ്പം എന്തെങ്കിലുമൊക്കെ വരച്ചിട്ടും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടൊക്കെ ഇരിക്കും. അതേപോലെ തന്നെ ആയിരിക്കും ചില ആൾക്കാർക്ക് വീട്ടിലെ പണി എന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ അവർക്ക് ഇത് നാളെ ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ലേസി ആയിട്ട് ഫീൽ ചെയ്യും, ചെയ്യാൻ മടി പിടിക്കും അല്ലെ. ഓഫീസിലെ കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ നമ്മൾ എന്താക്കണം, നമ്മൾ നമുക്ക് തന്നെ റിവാർഡ് തരാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ പറയാം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, ചെറിയ മക്കളാണെങ്കിൽ അവർ എഴുതാനൊക്കെ അവർക്ക് മടി കാണും കേട്ടോ. ഒത്തിരി എഴുതാനുണ്ടാവും, നമുക്ക് തന്നെ അറിയാം അവർ ഭയങ്കര കഷ്ടപ്പെടാണെന്നുള്ളത്. അപ്പൊ നമുക്ക് അവരെ കൊണ്ട് എഴുതിപ്പിച്ചേ പറ്റുള്ളൂ. അപ്പൊ ചില സിറ്റുവേഷൻസ് ഒക്കെ
അമ്മമാർ എന്തെങ്കിലും റിവാർഡ് കൊടുക്കും കേട്ടോ. ഇത് നീ എഴുതി ഇത്ര സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഞാനൊരു ചോക്ലേറ്റ് തരാം, അല്ലെങ്കിൽ ഞാൻ നിന്നെയും കൊണ്ടുവന്ന് പുറത്ത് പോവാം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ അവർക്ക് റിവാർഡ് കൊടുക്കും കുഞ്ഞു മക്കളെടുത്ത് കേട്ടോ. അല്ലാതെ ഇതും വലിയ കുഞ്ഞുങ്ങളെടുത്തോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമല്ല. പക്ഷെ നമ്മൾ കുഞ്ഞു മക്കളെ ചിലപ്പോൾ അവർ എഫേർട്ടിലും കൂടുതൽ അവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന കുഞ്ഞു കുഞ്ഞു റിവാർഡ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കൊരു ഭയങ്കര ബേർഡൻ ആയിട്ട് അല്ലെങ്കിൽ നമുക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നമ്മൾ നമുക്ക് തന്നെ ഇതുപോലത്തെ റിവാർഡ്സ് തരാൻ വേണ്ടി ശ്രമിക്കാം. ഞാൻ ഒരു വീട്ടമ്മ എന്ന നിലയിൽ ഞാൻ ഈ കിച്ചണിലെ പണിയൊക്കെ പെട്ടെന്ന് ചെയ്താണ് ഉച്ചയ്ക്ക് ശേഷം എനിക്കിന്ന് പുറത്തേക്ക് പോവാം, ഞാൻ പുറത്ത് പോകും, പുറത്ത് പോയിട്ട് ഞാൻ ഒരു ഷേക്ക് കഴിച്ചിട്ട് വരും, ഇങ്ങനെയൊക്കെ ഞാൻ എന്നോട് തന്നെ റിവാർഡ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളത് ചെയ്യും. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കും, നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളോട് പറയുന്നു പിന്നെ നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് ഫിലിമിന് പോട്ടോ, നീ വേഗം പണിയൊക്കെ ഒരുക്കിയിരിക്കുന്നു പറഞ്ഞാൽ നമുക്ക് ഉച്ചയാവേണ്ട അതിനു മുമ്പേ നമ്മുടെ പണിയൊക്കെ ഒരുങ്ങിയിട്ടുണ്ടാവൂലേ. അങ്ങനെ നമ്മളെ തന്നെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് റിവാർഡ് തരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ സ്പീഡിലായി വരികയും ചെയ്യും. നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ടൈം ഇങ്ങനെ മാനേജ് ആയി വരും. നമുക്ക് ബാക്കി കാണാം, നമുക്ക് നമ്മുടെ മുമ്പിൽ നമുക്കൊരു ടൈം മാനേജ് ആയിട്ട് നമ്മുടെ കയ്യിൽ നമ്മുടെ ടൈമിനെ കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള റിവാർഡുകൾ നമ്മൾ നമുക്ക് തന്നെ തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഇനി മൂന്നാമത് പറയാൻ പോകുന്ന കാര്യം എനിക്കൊന്ന് ഒട്ടുമിക്ക ആൾക്കാരുടെ ലൈഫിൽ ഉള്ളതായിരിക്കും കേട്ടോ. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ടൈം തികയില്ല. ഞാൻ അതിൽ പെട്ട ഒരാളാട്ടോ. നമ്മുടെ ലൈഫിൽ നമുക്ക് നമ്മുടെ ഒരു എല്ലാം മാനേജ് ചെയ്യാനുള്ള നമുക്ക് നല്ല ബോധമുണ്ട്, ഇത്ര സമയത്തിനുള്ളിലൊക്കെ ചെയ്യണം കാര്യങ്ങളൊക്കെ. എന്നാൽ പോലും നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ ഇത് ചെയ്തു തരുമോ അത് ചെയ്തു തരുമോ എന്നൊക്കെ വന്ന് ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ അളവറ്റ് അങ്ങോട്ട് ചെയ്തു കൊടുക്കും കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ ടൈം നമ്മുടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവിടെ ബാക്കിയാവും. നമ്മൾ ഇതൊക്കെ ചെയ്തിട്ട് അപ്പൊ നമുക്ക് നമ്മുടെ കാര്യങ്ങളോട് ചെയ്യുമ്പോഴേക്ക് നമുക്ക് ടൈമേ തികയില്ല. രാത്രി കിടക്കാൻ തന്നെ ചിലപ്പം നമ്മളൊരു 10 മണിക്ക് കിടക്കുന്ന ആൾ 11 മണിയാവും നമ്മുടെ കാര്യങ്ങളും കൂടെ ബുദ്ധിമുട്ടി പണിയെടുത്തിട്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നമ്മളെ കൊണ്ട് പറ്റാവുന്ന സഹായങ്ങളൊക്കെ നമ്മൾ എല്ലാവർക്കും ചെയ്യണം കേട്ടോ. ചില ക്യാരക്ടേഴ്സ് ഉണ്ട്, നമ്മൾ എത്ര പഠിച്ചാലും പഠിക്കാതെ പിന്നെയും ഒരു നിയന്ത്രണം വെക്കാതെ നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങളും കൂടെ ചെയ്യാൻ വേണ്ടി നടക്കാന്നുള്ളത്. അതിലൊരാൾ പെട്ട ആളോട്ടോ ഞാനും. അപ്പൊ നമ്മൾ സേ നോ എന്നുള്ളത്, നമ്മൾ ഭയങ്കരമായിട്ട് നോ പറഞ്ഞ് നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കി നമുക്ക് നമ്മുടെ ടൈമൊക്കെ ലെവലാക്കണം എന്ന് പറഞ്ഞാൽ ഒരു സെൽഫിഷ് ആവണം എന്നല്ല കേട്ടോ പറയണേ. കുറച്ചൊക്കെ ചെയ്യാം, പക്ഷെ ഓവർ ആയിട്ടായിരിക്കും ഒട്ടുമിക്ക ആൾക്കാരുണ്ടാവുക. അങ്ങനെയുള്ള ആൾക്കാർ ഈ നോ പറയാൻ വേണ്ടിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഒട്ടുമിക്ക അവരുടെ എല്ലാ സമയവും അവർക്ക് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ നാലാമതായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറയാൻ, നിങ്ങളുടെ എന്ത് കാര്യമായിക്കോട്ടെ നിങ്ങൾ ആ ഒരു പ്ലേസ് ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നുള്ളത്. നിങ്ങളൊരു വീട്ടമ്മയാണെങ്കിൽ നിങ്ങളുടെ വീടിനെ നിങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടൈം ഒരുപാട് മാനേജ് ചെയ്യാൻ പറ്റും കേട്ടോ. അതേപോലെ നിങ്ങളൊരു വർക്ക് ചെയ്യുന്നതാണെങ്കിൽ ആ വർക്ക് പ്ലേസ് ഓർഗനൈസ് ചെയ്ത് വെക്കുക. പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠിക്കുന്ന സ്ഥലം. അപ്പം ഞാനിത് ക്ലിയർ ചെയ്ത് പറയാട്ടെ. ഇപ്പം ഒരു വീട്ടമ്മയാണെങ്കിൽ എല്ലാ സാധനങ്ങളും ഒരേ ലെവലിൽ ഓർഗനൈസ് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് എടുത്ത് എല്ലാം ചെയ്യാൻ പറ്റും. അവിടെ കുറേ ടൈം മാനേജ് ആയിട്ടോ. പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ക്രയോൺസ് അവിടെ കൊണ്ടുപോയിടുക, സ്കെച്ച് ഇവിടെ കൊണ്ടുപോയിടുക, പെൻസിൽ അവിടെ, ഇത് തെരഞ്ഞു നടന്നിട്ട് തന്നെ കുറെ സമയം കളയും. ഇതേപോലെ ബുക്സ് വരെ തെരഞ്ഞു നടക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പൊ അതൊക്കെ ഓർഗനൈസ് ചെയ്ത് കറക്റ്റ് വെക്കുകയാണെങ്കിൽ അത്രയും ടൈം നമുക്ക് സ്പെൻഡ് ആയി പോവില്ല. അതേപോലെ തന്നെ വർക്ക് പ്ലേസിലാണെങ്കിലും നമ്മൾ നമ്മുടെ കയ്യെത്തുന്ന ദൂരത്ത് നിന്ന് സീല്, പെന്ന് അതുപോലുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് വെക്കുകയാണെങ്കിൽ ഇതൊക്കെ തെരഞ്ഞു നടന്നിട്ട് നമ്മൾ സമയം കളയില്ലേ, അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇല്ലാതാവും. നല്ല ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്കെല്ലാം കറക്റ്റിന് വേഗം ചെയ്യാനും പറ്റും. അങ്ങനെ ഒരുപാട് ടൈം നമുക്ക് എന്താ പറയണ്ട മാനേജ് ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങൾ എല്ലാവരും ഫോണും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. മസ്റ്റ് ആയിട്ട് നമ്മുടെ എല്ലാവരുടെയും ടൈം പലപ്പോഴും ചെലവഴിച്ചു പോകുന്നത് ഈ വക കാര്യങ്ങളിലാണ്. നമ്മുടെ കയ്യിൽ ഇന്ന് നമ്മുടെ ഫോൺ ഉണ്ടാവും കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഫോണിൽ സ്ക്രോൾ ചെയ്തിരിക്കുമ്പോൾ നമ്മൾ 2 മണിക്കൂർ പഠിക്കാം, ഈ 2 മണിക്കൂർ കൊണ്ട് എനിക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന വിചാരിക്കുന്ന ഒരാള്, അതേപോലെ ഈ ഒരു ഓഫീസ് വർക്ക്, ഈ ഒരു പ്രൊജക്ട് എനിക്ക് 2 മണിക്കൂർ കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന ഒരാള്, അല്ലെങ്കിൽ അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ, ഈ 2 മണിക്കൂർ കൊണ്ട് എനിക്ക് ഇതെല്ലാം ചെയ്തു തീർക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് നമ്മളിങ്ങനെ ഫോൺ സ്ക്രോൾ ചെയ്യുക, ഇൻസ്റ്റഗ്രാം റീൽസ് ഇങ്ങനെയൊക്കെ സ്ക്രോൾ ചെയ്തിരിക്കുക. നമുക്കിത് ടൈം പോകുന്ന അറിയാൻ പറ്റില്ല കേട്ടോ. ചിലപ്പോൾ അരമണിക്കൂറൊക്കെ ഇതേപോലെ പോകും. നമുക്ക് ടൈം അറിയില്ല. നമ്മൾ പെട്ടെന്ന് ടൈം നോക്കുമ്പോഴാണ് മനസ്സിലായി ഇത്രയും ടൈം നമ്മൾ ഇതിൽ ഇരുന്നോ എന്ന് തോന്നുക എന്നുള്ളത്. അപ്പം ഈ വക കാര്യങ്ങൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ടൈം, നമ്മൾ ഒരു ദിവസത്തെ ടൈം വളരെയധികം ചുരുക്കാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ലൈഫിൽ. അതിന് ആദ്യം ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയാൻ, നിങ്ങളുടെ ഈ ഫോണിലെ കുറെ നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ടാവില്ലേ, അതിന്റെ ആ ഇത് ഓഫാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഈ നോട്ടിഫിക്കേഷൻ വരുന്ന സൗണ്ട് കേൾക്കുകയില്ല. ഇനിയിപ്പം നിങ്ങൾ അഥവാ നോട്ടിഫിക്കേഷൻസ് എടുക്കുകയാണെങ്കിലും നമ്മൾ ഓഫ് ചെയ്ത് വെച്ചാണെങ്കിൽ നമുക്ക് ആ നോട്ടിഫിക്കേഷൻ വരില്ല, അപ്പൊ നമുക്കത് കാണില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് എടുത്ത് നോക്കണം എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല. അങ്ങനെ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കും നമ്മുടെ ടൈം ഒരുപാട് നമ്മുടെ കയ്യിൽ കിട്ടി എന്നുള്ളത്. നമുക്ക് നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും കേട്ടോ നമ്മുടെ ടൈമിനെ. അങ്ങനെയുള്ള ഒരു ഡിസ്ട്രാക്ഷൻ ആയിട്ടുള്ള ഈ ഒരു കാര്യത്തെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇതോടൊപ്പം തന്നെ കേട്ടോ അടുത്ത പോയിന്റ് പറയുന്നത്, നമ്മുടെ ലൈഫിൽ ഇനി നമുക്ക് എത്ര നമ്മൾ വർക്ക് ചെയ്യാനുണ്ട് എന്നുള്ള രീതിയിലാല് നമുക്ക് നമ്മുടെ സ്വന്തം ആയിട്ടുള്ള കുറച്ചൊരു റെസ്റ്റ് ടൈം വേണം കേട്ടോ. ഒരുപാട് അടുക്കളയിൽ പണിയെടുക്കുന്ന ഒരാളാണെങ്കിൽ പോലും
ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് റെസ്റ്റ് ടൈം വേണം. അപ്പൊ ഈ റെസ്റ്റ് ടൈം എന്ന് പറയുന്നതിനായിട്ട് ഒരു ടൈം എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ ഫോണ് കാര്യങ്ങളൊക്കെ നമുക്ക് ഓടിപ്പോയി എടുക്കാൻ തോന്നില്ല. ഈ അങ്ങനെ ഒരു ടൈം ഇല്ലാത്തവരാണ് ഏതെങ്കിലും ഒരു ചെറിയ സമയം കിട്ടുമ്പം ഇത് തുറന്ന് നോക്കുന്നത്. അതിനായിട്ട് നിങ്ങൾ ഒരു ടൈം ഫിക്സ് ചെയ്യുക. നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കുറച്ച് ഇന്റർവെലിനായിട്ട് ഒരു ടൈം ഫിക്സ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ടൈം മാത്രം അതിനൊരു ടൈമറായിട്ട് നിങ്ങൾക്ക് വെക്കാം. ഒരു കാമണിക്കൂറാണോ അരമണിക്കൂറാണെന്നുള്ളത് ആ ഒരു ടൈം മാത്രം നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നിങ്ങൾക്ക് എന്റർടൈനിങ് ആയിട്ട് തരുന്ന കാര്യങ്ങൾ ചെയ്യാം. അത് നമ്മുടെ ലൈഫിൽ വേണ്ടുന്നത് തന്നെയാണ്. നമുക്ക് ഒഴിവാക്കാനുള്ള ഒരു കാര്യമൊന്നുമല്ല. അതിനായിട്ട് നമ്മൾ സമയം കണ്ടെത്തേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അതിനായിട്ട് നിങ്ങൾ സമയം കണ്ടെത്തിയും അതിനൊരു ടൈമർ വെക്കാനും ശരിക്കും തീരുമാനിക്കണം കേട്ടോ. ഇനിയിപ്പോ ഒരു 2 മണിക്കൂർ സിനിമയാണ് കാണുന്നത്, ആ ഒരു രീതിയിലാണ് നിങ്ങൾ നിങ്ങളുടെ എന്റർടൈൻ ടൈം ചൂസ് ചെയ്യുന്നെങ്കിൽ അങ്ങനെ അത് നിങ്ങളൊരു ടൈമർ വെച്ച് ചെയ്യുക. അതിലൊരു ടൈം പരിധി ഇല്ലാതെ അങ്ങനെ പോകരുതെന്നു. അപ്പൊ അങ്ങനെ ഒരു ടൈമർ നിങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടൈം നിങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടൈം മാത്രം ഇത് യൂസ് ചെയ്യാനും പാടുള്ളൂ എന്ന് തീരുമാനിക്കാം. ജോലി ചെയ്യുന്നതിനിടയിലോ ഒന്നും പിന്നെ അത് തിരിഞ്ഞു നോക്കാനേ പാടില്ല. അത് ലൈഫിലേക്കേ വേണ്ട എന്നുള്ള രീതിയിൽ മാറ്റി വെക്കാനും ഞാൻ എനിക്കായിട്ട് ഒരു എന്റർടൈൻമെന്റിന് ഒരു സമയം കണ്ടെത്തിയിട്ടുണ്ട്. ആ ടൈം മാത്രം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ എന്റർടൈൻമെന്റും കിട്ടും. അതേപോലെ തന്നെ നിങ്ങളുടെ ബാക്കി എല്ലാ വർക്കിലും ഒരിക്കലും ഇന്റർഫിയർ ചെയ്യാൻ വരില്ല. ഈ ഫോണ് അതുപോലത്തെ കാര്യങ്ങൾ, TV അങ്ങനെയുള്ള കാര്യങ്ങൾ വരില്ല. അപ്പൊ നിങ്ങളെ ഒരുപാട് ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. ഇനിയത്തെ ഒരു കാര്യം എന്ന് പറയാനുള്ളത്, നമ്മളുടെ ലൈഫിലേക്ക് നമുക്ക് ഒരുപാട് ജോലി ചെയ്യാം. നമ്മൾ ഈ ജോലി ചെയ്യുന്നതിനാണല്ലോ നമുക്ക് ടൈം തികയാത്തത്, നമുക്കൊന്നും ഇരിക്കാൻ ടൈമില്ല എന്നുള്ളത്. അപ്പൊ നമുക്ക് സിമിലർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പൊ ഒരു വീട്ടമ്മ നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഞാനൊരു കറി ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് കട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ കറി ഉണ്ടാക്കാൻ വെക്കുന്ന സമയത്ത് ഈ കട്ടിങ് ഇതൊക്കെ ചെയ്തത് ഒന്നിച്ചെന്നെ ക്ലീൻ ചെയ്യാനും ആ സമയം വരെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പാത്രങ്ങൾ പോയിട്ട് പെട്ടെന്ന് വാഷ് ചെയ്ത് വെക്കാനും അത് ചെയ്തു വരുമ്പോഴേക്കും ഈ കുക്ക് ചെയ്യാൻ വെച്ച കാര്യം കുറച്ചൊന്ന് പാകാവും. പിന്നെ അതിലേക്ക് കടക്കും. അല്ലാതെ എല്ലാം പാത്രം അവിടെ വെയ്സലിൽ കൊണ്ടുപോയിട്ടിട്ട് എല്ലാ പണിയും കഴിഞ്ഞിട്ട് അത് ചെയ്യാന്ന് വരുമ്പോൾ നമ്മൾ ഇത് വേവുന്നവരെ നമ്മൾ അവിടെ അനങ്ങാതെ നിന്നിട്ടുണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഫോൺ ഇത് സ്ക്രോൾ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഒരു ടൈം ഇടാതെ നമ്മൾ ആ ഒരു സമയങ്ങളിലൊക്കെ സിമിലർ ആയിട്ടുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ടൈം മാനേജിങ് മസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം കേട്ടോ. ഇപ്പം മോർണിംഗിൽ രാവിലെ എഴുന്നേറ്റാൽ പോലും തൊട്ട് എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ ചിന്തിച്ചാൽ ചെയ്യാറ്. ഇപ്പം നമുക്കൊരു ഇപ്പം മോൾക്ക് പഠിക്കാൻ എന്തെങ്കിലും എഴുതാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ എഴുതുന്നതിന്റെ ഇടയിൽ തുണി മടക്കലാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഷീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇങ്ങനെയില്ല, നമുക്ക് സിമിലർ ആയിട്ട് എന്താണോ ചെയ്യാൻ പറ്റുന്ന ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നമ്മളിപ്പം ചില സമയത്ത് ഇപ്പൊ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്കാരാണെങ്കിൽ എനിക്കതിനെ വലിയ കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്നില്ല, എന്നാലും ഞാൻ പറയാം. ഇപ്പം കുറച്ച് പുറത്ത് സൈറ്റിന്റെ കാര്യങ്ങളിലൊക്കെ പോയി നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു ഏരിയയിൽ സിമിലർ ആയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ മാത്രം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ ഒന്നിങ്ങും ആയിട്ട് ചെയ്യൂലല്ലോ. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ടൈം മാനേജ് ആവും. പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും ഇങ്ങനെ അവരുടെ കാര്യങ്ങൾ സിമിലർ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, ആ കാര്യങ്ങൾ മാത്രം ഒരു കാറ്റഗറി ആയിട്ട് വേഗം ചെയ്യാനും പിന്നെ ചെയ്യാനും. അതോടൊപ്പം തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്നറിയോ, നമുക്ക് ഭയങ്കര ടഫായിട്ട് തോന്നുന്നത്, നമുക്ക് ഒരിക്കലും ഇന്ന് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ എനർജറ്റിക് ആയിട്ടുള്ള സമയത്ത് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പൊതുവേ എല്ലാവരും എനിക്ക് തോന്നുന്നു മോർണിംഗ് എഴുന്നേറ്റിട്ട് ആ ഒരു കുറച്ച് സമയം ഒരു ഉച്ച വരെ ആയിരിക്കും ഭയങ്കര എനർജറ്റിക് ആയിട്ടിരിക്കുക. പിന്നീട് അങ്ങോട്ട് ഭയങ്കര ലേസി ആയിട്ടും ഉറക്ക് വരുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും. അപ്പം മടി പിടിച്ചിട്ട് ചില ആൾക്കാർ ഇഷ്ടമില്ലാത്തൊരു കാര്യം ഇപ്പൊ വേണ്ട, ഇത് വേണ്ട, പിന്നെ ചെയ്യാം, ഇത് ആദ്യം ഇതൊക്കെ ചെയ്യട്ടെ, ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാകുമ്പോൾ നമ്മൾ എനർജി ലോ ആയി വരുന്ന സമയത്ത് നമുക്ക് എന്താ പറയാ ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യാൻ കൂടി വരുമ്പോഴേക്കും നമ്മളത് ഭയങ്കര സ്ലോ ആയിട്ട് ചെയ്തിട്ട് നമുക്ക് ടൈമേ ഇല്ലാത്തൊരു അവസ്ഥയിൽ എത്തും. അപ്പൊ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, നമ്മൾ എനർജറ്റിക് ആയിരിക്കുന്ന അവസ്ഥ എല്ലാവർക്കും രാവിലെ തന്നെ ആവണമെന്നില്ല കേട്ടോ. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം രാവിലെ തന്നെയാണ്. അപ്പൊ രാവിലെ തന്നെയാണെങ്കിൽ നിങ്ങൾ ആ ഒരു ഒരു ദിവസത്തിന്റെ ഫസ്റ്റ് ടൈം തന്നെ നിങ്ങൾ എന്താക്കണം, നിങ്ങൾ എനർജി ആയിരിക്കുന്ന ആ ഒരു ടൈം നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ ഒരു ദിവസം ചെയ്യാൻ ഇഷ്ടമല്ലാത്ത കാര്യത്തിന് ഫസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. എന്നിട്ട് പിന്നെ നിങ്ങൾ പോകെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പം ഓഫീസ് വർക്ക് ആണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവിടെ ബാക്കിലേക്ക് വെച്ചിട്ട് അത് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ലോ ആണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ടും നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അത് ചെയ്യും. അപ്പം അങ്ങനെ ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതും ഒരു നല്ലൊരു ഹാക്കാട്ടോ, നമ്മളെ ലൈഫിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണ്. ലാസ്റ്റ് പറയാനുള്ള പോയിന്റ്, 8ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വർക്ക് സ്മാർട്ടർ നോട്ട് ലോങ്ങർ എന്ന് പറയും. നമ്മളെ ലൈഫിൽ ഇപ്പൊ ഒരു പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് എക്സാം ഒരു മാസം അവിടെയാണ്, പക്ഷെ ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പം ആള് പഠിക്കാണ്, എന്തെങ്കിലുമൊക്കെ റീസൺ കാരണം വെറുതെ തള്ളി ഇനിയില്ലേ ദിവസം, ഇനി ഒരു മാസമല്ലേ, അല്ലെങ്കിൽ ഇനിയിപ്പോ 2 ആഴ്ച ഇനി 2 ആഴ്ചയില്ലേ, ഇങ്ങനെ ചിന്തിച്ചിട്ട് ചെറുങ്ങനെ അവിടെ ഇവിടെയും പഠിച്ചിട്ട്
അതിങ്ങനെ തള്ളി തള്ളി നീക്കുക. നമ്മൾ സ്മാർട്ടായിട്ട് നമുക്കിനിപ്പോൾ ഒരു മാസം കഴിഞ്ഞാണ് എക്സാം എങ്കിൽ പോലും നന്നായിട്ട് നമുക്ക് പഠിക്കാൻ കിട്ടുന്ന സമയത്ത് നന്നായി അതിനെ പഠിച്ചു വെക്കാനും, അതവിടെ പഠിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ലല്ലോ. കാരണം തലേ ദിവസം അയ്യോ ഇനി ഒരു ദിവസമല്ലോ എന്ന് ഓർത്തിട്ട് ടെൻഷൻ അടിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് നമുക്ക് ഈ കിട്ടുന്ന ടൈമിൽ സ്മാർട്ടായിട്ട് അതിനെ പഠിച്ചു വെക്കുക എന്നുള്ളത്. ഇനിയിപ്പോൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആണെങ്കിൽ ആ പ്രൊജക്റ്റ് ചെയ്യാൻ ഇത്രയും ദിവസങ്ങൾ ഉണ്ടെങ്കിൽ ഇത്രയും ദിവസം ഇല്ലേ എന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ ലാക്ക് ചെയ്ത് വെക്കും. പക്ഷെ ആ സമയമാകുമ്പോഴേക്കും നമ്മൾ പിന്നെ ഹറിബറി ആയിട്ട് ചെയ്യേണ്ടി വരിക. അപ്പം നമ്മളൊരു കാര്യത്തിന് ലോങ് പ്രോസസ്സായി വെക്കാതെ നമുക്കത് സ്മാർട്ടായിട്ട് വളരെ രീതിയിൽ നമുക്ക് പറ്റുന്ന സമയത്ത് നമ്മളത് പെട്ടെന്ന് ചെയ്ത് തീർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പഠിക്കാം. അത് എല്ലാ കാര്യത്തിലും നമ്മുടെ ലൈഫിനുള്ളിലായാലും എന്ത് കാര്യം നമുക്കിനി അത്രയും ദിവസം ഇല്ലേ എന്ന് ചിന്തിച്ചിട്ട് നമ്മളതിനെ ലോങ് പ്രോസസ് ആയിട്ട് വെക്കാതെ എല്ലാം പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന ടൈമിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ഒരു പ്രോസസ്സ് നമ്മുടെ എല്ലാവരുടെ ലൈഫിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലായിടത്തും ടൈം ഇല്ല എന്ന് പറയേണ്ട ഒരു കാര്യം ഉണ്ടാവില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ ഹറിബറി ആയിട്ട് പെട്ടെന്ന് എല്ലാം ചെയ്ത് തീർക്കുന്ന ആൾക്കാരായിട്ട് ഓട്ടോമാറ്റിക്കലി മാറും. നമ്മുടെ ടൈം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. നമുക്ക് ടൈമില്ല എന്ന് പറയേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. ഈ കുറച്ച് ഹാക്സ് ഇതൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. പലരും ചിലപ്പോൾ ഇതൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ചില ആൾക്കാർക്ക് ഇതൊരു പുതിയ അറിവായിരിക്കും. അങ്ങനെയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും, അതുപോലെ ഇതുപോലത്തെ ഒത്തിരി വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്, പോയി കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.